ഞാൻ എന്തായാലും ഇക്കാര്യത്തിന് വാർഡനെ കാണാൻ വരില്ല. നീ ഈ പറഞ്ഞാൽ എവിടെയാണ് നിന്റെ ഇൻവോൾവ്മെന്റ്? ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാർട്ടി ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചതാ. അവർ കേൾക്കണ്ടേ? നീ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് അവരോട് പറയാനുണ്ടാവില്ല. അങ്ങനെ എല്ലാ കാര്യത്തിനും നിന്റെ ഒപ്പം സോർട്ട് ഔട്ട് ചെയ്യാൻ ഞാൻ നടന്നാലേ തോൽവികളെന്നും നിനക്കായിരിക്കും. ചേച്ചി ലാസ്റ്റ് ടൈം ഒരു പ്രാവശ്യം കൂടെ എനിക്ക് വേണ്ടി പ്ലീസ്. ഞാൻ വന്നാലായിരിക്കും നിനക്ക് ബുദ്ധിമുട്ടാവാൻ പോകുന്നത്. രാവിലെ നേരെ അവരുടെ മുന്നിൽ ചെന്നങ്ങ് കാര്യങ്ങൾ പറയുക. ഓർഫനേജ് ഒന്നും അല്ലല്ലോ, ഹോസ്റ്റലല്ലേ. ഫീസ് മറ്റുമെല്ലാം നീ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ അങ്ങോട്ട് അഗ്രസീവ് ആകുമ്പോഴേ അവരൊന്ന് തണുക്കത്തുള്ളൂ. ഏതായാലും പഴയ റൂമിലേക്ക് പോകണ്ട. ആ പിള്ളേരുമായിട്ട് മോളത്ര മാച്ചല്ല. നമുക്ക് വേറെ റൂം നോക്കാം. മേളിലാവുമ്പോൾ എല്ലാം പഠിക്കുന്ന പിള്ളേരാ, വലിയ ബഹളമൊന്നും ഉണ്ടാകത്തില്ല. ഇളയതുങ്ങളുടെ കൂടെ ആവുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനും എളുപ്പമാണ്. ടീച്ചർ ഇനി ഇത്രയും സെന്റിമെന്റ്സ് ഒന്നും വെക്കണ്ട. സിംഗിൾ ഓക്യുപ്പൻസിയാണ്, അതുകൊണ്ട് തന്നെ ഏരിയ കുറച്ച് കുറവാ. ഒറ്റ കട്ടിൽ തന്നെ സ്പേസ് ഉള്ളൂ. ആ വിൻഡോ തുറക്കണ്ട കേട്ടോ. ഈ ബിൽഡിംഗ് ഹോസ്റ്റൽ ടേക്ക് ഓവർ ചെയ്തപ്പോൾ ആദ്യം എഴുതപ്പെട്ട റെഗുലേഷൻസിൽ ഒന്നാണത്. അടുത്ത കോമ്പൗണ്ടിലുള്ള മെൻസ് ഹോസ്റ്റലുമായി ഏറ്റവും അറ്റാച്ച്ഡായി കിടക്കുന്ന റൂമാണിത്. അഥവാ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ആരെങ്കിലും വിളിച്ച് മുകളിലത്തെ വെന്റിലേഷൻ തുറന്നാൽ മതി. ഇനി അതല്ല ഷെയറിംഗ് തന്നെ ആണെങ്കിൽ താഴെ തന്നെ നോക്കാം. വേണ്ട ടീച്ചർ, ഇതാണ് നല്ലത്. അവൾ ഇവിടെ നിന്നോളും. ഓക്കെ, അപ്പം ഞാൻ താഴെ ചെന്ന് ബാക്കി പേപ്പേഴ്സൊക്കെ ശരിയാക്കാം. സാറൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി. ഇത് മതി. മുറിയിലെങ്കിലും ഒറ്റയ്ക്കാവുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ താനേ വരും.
ഗുഡ് മോർണിംഗ് ചു. ഇവിടുത്തെ കുട്ടികളൊന്നും ടീച്ചർക്ക് ചേർന്നതല്ല. ഈ ഏജ് ഗ്രൂപ്പ്, അതാണ് പ്രശ്നം. കുറച്ചുകൂടി ഹയർ ലെവലിലാണെങ്കിൽ ഐ തിങ്ക് ടീച്ചർക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ വിഷിംഗ് യു ഗുഡ് ലക്ക് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. എതിര് പറയുകയാണെന്ന് വിചാരിക്കരുത് ഏട്ടാ. അനിയേട്ടൻ്റെയും മറ്റുള്ളവരുടെയും മുൻപിൽ ഈ കൂട്ടർ എന്തായാലും എന്നെ നാണം കെടുത്തു. ഈ ആലോചനയും ശരിയായില്ലെന്ന് കരുതി എനിക്ക് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റത്തില്ലല്ലോ. മറ്റെല്ലാവരെയും പോലെ ഈ പ്രായത്തിൽ അവൾക്കൊരു വിവാഹം നടന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ കെട്ടുപാടുകളിൽ നിന്നും മാറി പുതിയൊരു വീട്ടിലേക്ക് അവൾ എത്തുമ്പോൾ സാഹചര്യങ്ങളെ ഒറ്റയ്ക്ക് നേരിടാൻ അവൾ പഠിക്കുമെന്ന് കരുതിയിട്ടാണ്. ഞാൻ അതിലൊന്നും പ്രഭേട്ടനെ തള്ളി പറയുന്നില്ല. പ്രഭേട്ടൻ്റെ തണലിൽ എന്നും അവളെ ഇങ്ങനെ നിർത്താണ്ട് എന്തേലും ഒരു ജോലിക്ക് അവൾ പോയി തുടങ്ങട്ടെ. പുതിയ സ്ഥലവും കൂട്ടുകാരും ഉത്തരവാദിത്വങ്ങളും ഒക്കെ ആകുമ്പോൾ അല്ല, അവക്കിനി അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ലെങ്കിൽ പോലും പ്രഭേട്ടൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവിടെ നിർത്താണ്ട് സിറ്റിയിൽ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ അവളെ നിർത്തി ശീലിപ്പിക്കണം. മോളെ, ജോലിയായിരിക്കണം നിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റിന് ഞാൻ നിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നാൻസി. തൽക്കാലം അവരായിരിക്കും നിൻ്റെ ലോക്കൽ ഗാർഡിയൻ. കുറേ നാളായല്ലേ ഇങ്ങനെ ഒന്നിച്ചൊരു യാത്ര ചെയ്തിട്ട്. നീ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെന്നും നടക്കാൻ പോകുമായിരുന്നു. അന്നൊക്കെ നീ ഇഷ്ടപ്പെട്ടതെല്ലാം ചോദിച്ചു വാങ്ങുമായിരുന്നു. മുതിർന്നപ്പോൾ പിന്നെ നീ ഒന്നും ചോദിച്ചു കണ്ടില്ല. കാരണം ചിലപ്പോൾ ഞാനായിരിക്കും. കട്ടിയുള്ള സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നീ മുന്നേറണമെന്നുള്ള ഒരച്ഛൻ്റെ സ്വാർത്ഥത, അത് മോള് മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. അതുപോലെ നിൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ എന്നെ എന്നും നിർബന്ധിക്കുമായിരുന്നു നിന്നോട് കാര്യങ്ങൾ തിരക്കാൻ, കൂട്ടുകാരോടെല്ലാം നീ ഒത്തുപോകുന്നില്ലേ എന്ന് ചോദിക്കാൻ. ഒരച്ഛന് മകളിൽ നിന്ന് മാത്രം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അതുപോലും നിന്നോട് ചോദിക്കാനുള്ള ധൈര്യം അച്ഛനുണ്ടായിരുന്നില്ല. നിന്നെ ഒറ്റയ്ക്കാക്കുന്നതിൽ എനിക്ക് വേദനയില്ലാഞ്ഞിട്ടല്ല. ഞാൻ കൂടി ഇല്ലാതായാൽ
നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്നുള്ള വേദന കൂടി തുടങ്ങിയതുകൊണ്ടാണ്